നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേവലം അരമണിക്കൂർ നേരം കൊണ്ട് 350 കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ അതിന് സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കും, ജപ്പാനിലോ ചൈനയിലോ ആയിരിക്കുമെന്ന് കരുതിയെങ്കിൽ അതും തെറ്റി. ഇന്ത്യയിൽ തന്നെയാണ് കേവലം 30 മിനിറ്റിൽ 350 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്നത്. അതിൻ്റെ പരീക്ഷണം പൂർത്തീകരിച്ചൊരു വീഡിയോ ദൃശ്യം പുറത്തുവിട്ടുകൊണ്ടാണ് ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന അതിനൂതന സാങ്കേതികവിദ്യ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് പൂർത്തീകരിച്ചിരിക്കുന്നത്. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കുമെങ്കിലും അരമണിക്കൂർ നേരം കൊണ്ട് 300-ലധികം കിലോമീറ്റർ പിന്നിടാൻ സാധിക്കുന്ന ഒരു വലിയ സാങ്കേതിക വിദ്യ തന്നെയാണ് ഇന്ത്യ അവതരിപ്പിച്ചിരിക്കുന്നത്. മദ്രാസ് IIT വികസിപ്പിച്ചെടുത്ത ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്കാണ് ഇന്ത്യൻ ഗതാഗത മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാനായി തയ്യാറെടുക്കുന്നത്. റെയിൽവേ മന്ത്രാലയത്തിന്റെ പിന്തുണയോടുകൂടി 422 മീറ്റർ നീളമുള്ള ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹൈപ്പർ ലൂപ്പ് യാഥാർത്ഥ്യമായി മാറുന്നതോടെ ദില്ലിയിൽ നിന്നും ജയ്പൂരിലേക്ക് കേവലം അരമണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കും. ഇനി ഇതിന്റെ 3ാം ഘട്ട പരീക്ഷണം കൂടി നടത്താനുണ്ട്. ഈ 3ാം ഘട്ട പരീക്ഷണം പൂർത്തീകരിച്ചാൽ വാണിജ്യ തലത്തിൽ പദ്ധതി ഏറ്റെടുക്കാൻ ഇന്ത്യൻ റെയിൽവേ തന്നെ തയ്യാറെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ വന്നാൽ ഇന്ത്യയിലെ പല മെട്രോപൊളിറ്റൻ സിറ്റികളുമായി ബന്ധിപ്പിച്ച് ഹൈപ്പർ ലൂപ്പ് സംവിധാനങ്ങൾ അവതരിപ്പിച്ചാൽ ഗതാഗത മേഖലയിൽ ഉണ്ടാകുന്ന കുതിപ്പ്, സമയലാഭം, അതിലൂടെ ഉണ്ടാകുന്ന വാണിജ്യ നേട്ടങ്ങൾ, ഇതൊക്കെ തന്നെ ഇന്ത്യക്ക് മുതൽക്കൂട്ടായി മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വളരെയധികം ആവേശത്തോടെയും ആത്മവിശ്വാസത്തോടും കൂടി തന്നെയാണ് ഹൈപ്പർ ലൂപ്പ് പരീക്ഷണത്തിന്റെ വീഡിയോ ക്ലിപ്പ് എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഭാവി ഗതാഗതത്തിന്റെ നവീകരണത്തിന് സർക്കാർ അക്കാദമിക് സഹകരണം വഴിയൊരുക്കുന്നുവെന്നും 3ാം ഘട്ട പരീക്ഷണത്തിന് $1 മില്യൺ കൂടി അനുവദിക്കുമെന്നുമാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഇന്ത്യക്ക് ഹൈപ്പർ ലൂപ്പ് ട്രാക്ക് സ്വന്തമാകുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് തന്നെയാണ് ഏവരും സ്വപ്നം കാണുന്നത്. വളരെ ചുരുക്കത്തിൽ ഹൈപ്പർ ലൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ക്യാപ്സ്യൂള് പോലെയുള്ള ഒരു ട്രാക്കിലൂടെ അതിവേഗത്തിൽ യാത്ര ചെയ്യാനായി സാധിക്കുന്നതാണ് ഹൈപ്പർ ലൂപ്പ് എന്ന് ഏറ്റവും ലളിതമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. വായുമർദ്ദം കുറഞ്ഞ ഒരു കുഴലിലൂടെ മണിക്കൂറിൽ 1000 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന സാങ്കേതികവിദ്യയാണിത്. മറ്റ് രാജ്യങ്ങളിൽ, ജപ്പാനിലും ചൈനയിലും ഒക്കെ തന്നെ ഇത് അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാലാവസ്ഥയെയും ഭൂമികുലുക്കത്തെയും ഒക്കെ തന്നെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ട്യൂബ് ഡിസൈനാണ് ഇതിനുള്ളത്. വളരെ വേഗത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ സമയമൊട്ടനവധി ലാഭിക്കാനും ഇതിലൂടെ കഴിയും. സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ടണലിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സൗരോർജ്ജ പാനലുകളിൽ നിന്നും ലഭ്യമാകും. വിമാനത്തിൻ്റെ ഇരട്ടിയിലധികം വേഗത, ഏറ്റവും കുറഞ്ഞ വൈദ്യുതി ഉപഭോഗം, 24 മണിക്കൂറും പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രത്യേകതകൾ, ഇതൊക്കെ തന്നെയാണ് ഹൈപ്പർ ലൂപ്പിനെ വേറിട്ടതാക്കി, വ്യത്യസ്തത നിറഞ്ഞതാക്കി മാറ്റുന്നത്. ഇതെല്ലാം വന്നു ചേരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇനി ഭാവിയുടെ ഗതാഗതം എന്ന് പറയുന്നത് ഹൈപ്പർ ലൂപ്പാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.